നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ വേഗത്തിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ 3-4 സ്പൂൺ ഒഴിച്ചതിന് ശേഷം ബാക്കി മുഴുവനായിട്ട് ഒഴിക്കാമെന്ന് പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയ ഒരു ആഹാരമാണ് നമ്മുടെ ചക്ക. അതിപ്പോൾ പഴുത്തതായാലും പച്ചയായാലും ഒക്കെ നമ്മൾ ഒരുപാടധികം യൂസ് ചെയ്ത ഒന്നാണ് നമ്മുടെ ചക്ക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചക്ക പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല പഴുത്ത വരിക്ക ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബൗളിൽ ഞാൻ ഈ ഒരു പാലെടുത്തിരിക്കുന്നത്, ആ ബൗളിന് ഒരു ബൗള് ചക്കപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ പിന്നീട് എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 500 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു പായസത്തിന് 500 ഗ്രാം ശർക്കര ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ ഒരു ബൗൾ ചക്കപ്പഴം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു 5-6 പേർക്ക് കുടിക്കാനുള്ള പായസമാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയൊരു കഷ്ണം ഇതിൽ നിന്ന് നിങ്ങൾ മുറിച്ച് മാറ്റിയ ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന് അലിച്ച് ഒരു ശർക്കര പാനി ഉണ്ടാക്കുക. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മുടെ ചക്കപ്പഴത്തിനെ ഒന്ന് ചെറിയ പീസുകളാക്കി മാറ്റണം. നമുക്കൊരു കത്തി കൊണ്ട് ഒന്ന് ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കൂ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണം, അതുപോലെ ഷെയർ ചെയ്യാൻ വേണം. ഞാൻ ആദ്യം നമ്മുടെ ചക്കപ്പഴത്തിനെ കുഞ്ഞു പീസുകളാക്കി മാറ്റുകയാണ്. ഇത് ഈ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പഴുത്ത ചക്കപ്പഴമാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ പീസസ് ആക്കി ഞാനിപ്പോൾ ചക്കപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് തീരെ അങ്ങ് പേസ്റ്റാക്കി അരച്ചെടുക്കാതിരിക്കുക. കാരണം നമുക്ക് അടപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അട ചെറുതായിട്ടൊന്ന് കിടക്കത്തില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ പായസത്തിനുള്ളിലേക്ക് ചക്കപ്പഴം കിടക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കുക. ചെറിയ തരികൾ അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനായിട്ട് നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. ഞാൻ നമ്മുടെ ചക്കപ്പഴം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളോടുകൂടി തന്നെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ശർക്കര പാനി ഉണ്ടാക്കാം. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഞാൻ ശർക്കര ഒന്ന് ചെറുതായിട്ട് തട്ടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മുടെ ശർക്കരയിൽ ധാരാളം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. നമുക്കിത് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച നമ്മുടെ ചക്കപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴം പേസ്റ്റ് നെയ്യിൽ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്ത് കുറേച്ചേ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു 3-4 സ്പൂൺ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷമാണ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വളരെ വേഗത്തിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ 3-4 സ്പൂൺ ഒഴിച്ചതിന് ശേഷം ബാക്കി മുഴുവനായിട്ട് ഒഴിക്കാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ച ആ ഒരു ബൗള് പാല്, അതിൻ്റെ പകുതിയോളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പോൾ ഞാൻ ഈ പകുതി ഒഴിച്ച സ്ഥാനത്ത് നിങ്ങൾ ഒഴിക്കേണ്ടത് തേങ്ങയുടെ 2ാം പാലായിരിക്കണം. അതിനുശേഷം ഞാനിനി ബാക്കി പാൽ ഒഴിക്കുന്ന സമയത്ത് 1ാം പാൽ ഒഴിച്ചാൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പഴയപടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി ശർക്കരയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന പാല് കൂടി ഒഴിക്കുകയാണ്. ഇനി നിങ്ങൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്താൽ മതിയാവും. നന്നായിട്ട് നമ്മുടെ പായസം ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക നിങ്ങൾക്ക് ഒന്നുകിൽ പൊടിച്ചിട്ട് കൊടുക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ 2-3 ഏലക്ക ഇങ്ങനെ ഇതുപോലെ തന്നെ കീറി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ആർക്ക് വേണേലും വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പായസമാണ് നമ്മുടെ ചക്കപ്പഴ പായസം. ഇപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഒരു രീതിയിലാണ്. ഇതുപോലെ അല്ലാതെ പല രീതികളിൽ നമുക്ക് ചക്കപ്പഴ പായസം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിലൊരു രീതി മാത്രമാണ് ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ടൈപ്പ് ചക്കപ്പഴ പായസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കായിട്ടുള്ള പായസം ഇഷ്ടമുള്ളവർക്ക് ഒരു 2-3 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലൊന്ന് വയ്ക്കാം. അതിന് ശേഷം ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ള പായസം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഏലക്കയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ യൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി അതുകൂടി ഇട്ട് കൊടുക്കാം. നെയ്യിലൊന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലുള്ള പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.